ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു സ്ട്രോബെറി ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ നമുക്കപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ 4 ബോക്സസാണ് കിട്ടുന്നത്. ഇഷ്ടമുള്ള അത്രയും നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിലി എവിടെ ചെന്നാലും കുറച്ച് ഫോട്ടോസ് ഫസ്റ്റ് എടുക്കണമെന്നാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ. അതുകൊണ്ട് ഞാൻ ആ ബാസ്ക്കറ്റ് വേഗം അവിടേക്ക് ഇങ്ങടിയും നമ്മുടെ പ്ലക്കിങ്ങും ഫോട്ടോഗ്രാഫിയും എല്ലാം ഓരോ ഭാഗത്തിലേക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ അമലായിരുന്നു, നമ്മുടെ ടിൻസിയുടെ ഹസ്ബൻഡാണ്. അത് ഞാൻ ടിൻസി ആരാന്ന് പറഞ്ഞില്ല അല്ലേ, ഇതാണ് ടിൻസി. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ മുന്നൊരു ദിവസം ഇവിടെ വന്നായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇവിടേക്ക് കടക്കാൻ പറ്റിയില്ല. നോർത്ത് അയർലൻഡിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഗൂസ്ബെറി ഫാം എന്ന് പറഞ്ഞിട്ട്. ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് വരും. ആ പേജിൽ അവർ എന്താ പറയുക, എന്നിങ്ങനെ ഓപ്പൺ ആവുന്ന ആ ഒരു ഡേറ്റുകളൊക്കെ അവർ മെൻഷൻ ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി അവർ വരുന്നത് തേഴ്സ്ഡേയ്സ്, ട്യൂസ്ഡേയ്സ്, സാറ്റർഡേയ്സ്, ഇത്രയും ഡേയ്സിലാണ് അവർ കൂടുതലും വരുന്നത്. ഒരു 4 to 6 ആ ഒരു ടൈമിങ്ങിലൊക്കെയാണ് ഇത് ഓപ്പൺ ആകുന്നത്. എനിക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഫസ്റ്റത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം മാത്രം കവർ ചെയ്തത്, കുറേ ഫോട്ടോസ് എടുക്കാനും ഒക്കെ. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒത്തിരി സ്ട്രോബെറീസ് ഉണ്ട്, നല്ല വലിയ വലിയ സ്ട്രോബെറീസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ആൾക്കാർ വരുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള സ്ട്രോബെറീസ് ഒക്കെ പ്ലക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേയൊക്കെ കഴിയും. നമുക്കതറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ടൈമിങ്ങിലാണ് ആ ഭാഗത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ ഒത്തിരി ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കിനും കുറേ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊരു ഫോൾസ് ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു. കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും, ഒത്തിരി ആവശ്യമുള്ള അത്രയും കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഇല്ല ഗൈസ്. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് 1 hour ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അത്രയും നഷ്ടമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നത്. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 2 3 സ്ട്രോബെറീസ് ഒക്കെ ഇങ്ങനെ പറിച്ച് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തതായി ടിൻസി വിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ്. വലിയ തോട്ടമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അവർ പറഞ്ഞ ഓവർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോകുന്നവരൊക്കെ കുറച്ച് നല്ല രീതിയിലൊക്കെ പ്ലക്ക് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ പോയാൽ അത്രയും ബ്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് അത്യാവശ്യം പീസ്ഫുള്ളൊക്കെ ആയിട്ടായിരുന്നു പ്ലക്ക് ചെയ്യാനും ഫോട്ടോഗ്രാഫിക്കും എല്ലാത്തിലും നമുക്ക് ഒരു സമയം കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല ഫണ്ണായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ ലൊക്കേഷൻ വേണ്ടവരെ എനിക്കൊന്ന് DM ചെയ്താൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.